ഇപ്പൊ കാണുന്നത് എന്റെ ലാസ്റ്റ് വ്ലോഗിൽ നിങ്ങൾ കണ്ട സെലിബ്രേഷൻ സ്ക്വയറിന്റെ നൈറ്റ് ലെയർ ലുക്കാണ്. അടിപൊളിയല്ലേ? ലാസ്റ്റ് വീക്ക് നമുക്ക് 2 ബർത്ത്ഡേ പാർട്ടി അറ്റൻഡ് ചെയ്യാനുണ്ടായിരുന്നു. ഞങ്ങളുടെ അപ്പാർട്ട്മെന്റിന്റെ തൊട്ടടുത്തുള്ള ഒരു കോണ്ടോയിലെ പാർട്ടി ഹാളിൽ വെച്ചായിരുന്നു ആദ്യത്തെ ഫംഗ്ഷൻ. കുറച്ച് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഒത്തുകൂടിയ ഒരു ഈവനിങ്. കേക്ക് കട്ടിങ്ങിന് ശേഷം ആദ്യം കുട്ടികൾക്ക് ഫുഡ് കൊടുത്തു, പിന്നെ അവര് കളിയിൽ ഏർപ്പെട്ടു. പിന്നീട് ഞങ്ങൾ ഫുഡ് കഴിച്ച് സംസാരവും ബഹളവും ഒക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേക്ക് രാത്രി 12 മണി കഴിഞ്ഞിരുന്നു. കുട്ടികൾക്ക് ഭയങ്കര ത്രില്ലിംഗ് ആയ ഹാപ്പി കിങ്ഡത്തിൽ വെച്ചായിരുന്നു സെക്കൻഡ് ബർത്ത്ഡേ പാർട്ടി. കേക്ക് കട്ടിങ്ങിന് ശേഷം കുട്ടികൾക്കുള്ള ഫുഡ് സെർവ് ചെയ്ത് ഞങ്ങൾ ഓരോ പീസ് കേക്കും പിസയും കഴിച്ചു കഴിയുമ്പോഴേക്ക് അല്ലുകുട്ടി എഴുന്നേറ്റ് വന്നു. ഇന്ന് അത്ര നല്ല മൂഡിലല്ല കേട്ടോ. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ അവള് നല്ല ക്രാങ്കി ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ലേറ്റ് ആയിട്ടാണ് ഫംഗ്ഷൻ എത്തിയത്. ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ ഈ പാർട്ടി ഹോൾസിനൊപ്പം വളരെ വലിയ ഇൻഡോർ പ്ലേ ഗ്രൗണ്ടും ഒരുപാട് ആർക്കേഡ് ഗെയിംസും പല ആക്ടിവിറ്റീസും ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കളർഫുൾ ആയ അറ്റ്മോസ്ഫിയറിൽ കിഡ്സിനോടൊപ്പം കൂടെ വന്നവർക്കും ഒട്ടും ബോറടിക്കാതെ മണിക്കൂറുകളോളം ഹാങ് ഔട്ട് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ടാണിത്. ഇവിടുത്തെ ഈ ഓരോ ഗെയിംസ് കാണുമ്പോൾ നമുക്കും കളിക്കാൻ തോന്നും. ഒടുവിൽ ഞങ്ങളും ഓരോ ഫാമിലിയായി തിരിഞ്ഞ് കോയിൻസും കളക്ട് ചെയ്ത് ഓരോ ഗെയിംസ് ട്രൈ ചെയ്യാൻ ഇറങ്ങി. ഇന്നിവിടെ ഒരുപാട് ബർത്ത്ഡേ പാർട്ടീസും വേറെ പല ഇവന്റ്സും നടക്കുന്നതുകൊണ്ട് തിരക്കിന് ഒരു കുറവും ഉണ്ടായിരുന്നില്ല. കാണുമ്പോ നിസ്സാരായി തോന്നുമെങ്കിലും ഇത് കളിച്ച് വിൻ ചെയ്യാന്നുള്ളത് അത്ര എളുപ്പമല്ല. അങ്ങനെ ഒരുപാട് ശ്രമത്തിനൊടുവിൽ ഞങ്ങൾക്കും കിട്ടി 2 ഐറ്റം. അങ്ങനെ കുറച്ചുകൂടെ സമയം സ്പെൻഡ് ചെയ്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഓഷ്യൻസിലേക്ക് വിട്ടു. അവിടുന്ന് കുറച്ച് മീനും വാങ്ങി തിരിച്ച് നേരെ വീട്ടിലേക്ക്. അങ്ങനെ വീക്കെൻഡും കഴിഞ്ഞു. അപ്പൊ അത്രയേ ഉള്ളൂ. ഫോളോ മീ ആൻഡ് സ്റ്റേ ട്യൂൺഡ് ഫോർ ദ നെക്സ്റ്റ് വൺ.